എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപയോഗപ്രദമായ ചില ടിപ്പുകൾ പറഞ്ഞു തരാനായിട്ടാണ്. വർഷങ്ങളായി പൂക്കാത്ത മാവുകൾ പൂക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പൂത്ത മാവുകൾ അത് കൊഴിഞ്ഞു പോകാതെ നല്ലൊരു കായ്ഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ചില ടിപ്പുകളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. മുഴുവനായി കണ്ടാൽ മാത്രമേ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. മാവ് നന്നായി പൂക്കുന്നതിനും നന്നായി കായ്ക്കുന്നതിനും എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ ഒരു മാവ് നല്ലൊരു ഏതിനം മാവാണ് നടേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഈ നല്ല ഇനം മാവുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത മാവ് നടുമ്പോൾ വെയിലുള്ള സ്ഥലത്ത് നോക്കി നടാനായിട്ട് ആദ്യം ശ്രമിക്കുക. പെട്ടെന്ന് കായ്ഫലം ലഭിക്കുന്ന അതായത് 2 വർഷം കൊണ്ടൊക്കെ പെട്ടെന്ന് പൂക്കുകയും കാക്കുകയും ഒക്കെ ചെയ്യുന്ന മാവും തൈകളുണ്ട്. അപ്പോൾ നമ്മൾ മാവും തൈകൾ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാവുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കല്ലുകെട്ടി മാവ്, മല്ലിക മാവ്, തായ്ലൻഡ് മാവ്, കൊട്ടേപ്പറമ്പൻ മാവ്, കോടശ്ശേരി, അതുപോലെ തന്നെ നാസിക് പസന്ത്, ചന്ദ്രകാരൻ, മല്ലിക, അങ്ങനെ ഒരുപാട് കുള്ളൻ തൈ മാവുകൾ നമ്മുടെ വിപണിയിലൊക്കെ നമുക്ക് ധാരാളം ലഭിക്കും. അപ്പോൾ നല്ല കുള്ളൻ തൈകൾ വാങ്ങി വെക്കുകയാണെങ്കിൽ 2 കൊല്ലത്തിനുള്ളിൽ പൂവിടുകയും മാവുകൾ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുള്ളൻ തൈകൾ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നല്ല തരം കുള്ളൻ തൈകൾ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മാവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തപടി നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ മാവും തൈകൾ നമ്മൾ നടേണ്ടത്. മാവും തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നനവ് കിട്ടണം. നമുക്ക് നല്ല നനവ് കിട്ടിയാലേ നല്ല വളർച്ച അതിന് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കായ്ഫലം ലഭിക്കണമെങ്കിൽ അതിന് നനവ് ലഭിക്കണം. മാവുകൾ പെട്ടെന്ന് പൂക്കുന്നതിന് പണ്ട് കാലങ്ങളിൽ പുകയിടുന്ന ഒരു ശീലമുണ്ട്. ഇപ്പോൾ റോഡ് സൈഡിലുള്ള മാവുകൾ പെട്ടെന്ന് പൂക്കുന്നതും ആ പൂത്തത് നിറയെ കണ്ണിമാങ്ങകളായി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്നുള്ള പുകകളൊക്കെ അതിനടിക്കുമ്പോൾ ആ ചൂട് കിട്ടുമ്പോൾ അത് കൊഴിയാതെ നിലനിൽക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പറമ്പിൽ ഇതിനെ പുകയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂട് തട്ടി മാവിൻ്റെ പൂക്കൾ കൊഴിയാതെ നമുക്ക് മാങ്ങകൾ ധാരാളം ഉണ്ടാകുന്നു, നല്ല കായ്ഫലം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ പുകയിടുക എന്നുള്ളതാണ് ഒരു മാവ് പൂക്കുന്നതിനും കായ്ഫലം ലഭിക്കുന്നതിനും നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗം. മാവുകൾ പൂക്കുന്നതിന് മുന്നായിട്ട്, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നമ്മൾ ഈ പുകയിടൽ കൂടുതലും നമ്മൾ ചെയ്യേണ്ടത്. മാവുകൾ പൂക്കുന്നതിന് ഏറ്റവും നല്ല ഒരു പ്രതിവിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ള പ്രയോഗമാണ്. കഞ്ഞിവെള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ 250 ഗ്രാം കപ്പലണ്ടി പിണ്ണാക്ക്, 100 ഗ്രാം ശർക്കര, അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് എല്ലുപൊടി മിക്സ് ചെയ്ത് ആ മിക്സ് ചെയ്ത വെള്ളം നമ്മൾ മാവിൻ്റെ തടത്തിൽ നിന്ന് 1 മീറ്റർ അകലെ ഒരു തടം ഉണ്ടാക്കിയിട്ട് ആ തടത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് തടം മൂടിയിടുക. മൂടിയിട്ടിട്ട് നമ്മൾ ഒരു 3 ആഴ്ച കൂടുമ്പോൾ നമ്മൾ പുകയിട്ട് കൊടുക്കുക. ആ പുകയിട്ട് കൊടുത്താൽ ഏത് മാവും പൂക്കാത്ത മാവും പൂക്കും, അതുപോലെ തന്നെ നല്ലൊരു കായ്ഫലം ലഭിക്കുകയും ചെയ്യും. പിന്നെ പൂക്കാത്ത മാവുകൾ പൂക്കുന്നതിന് പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം ഉലുവ പൊടിച്ച് ഈ മാവിൻ്റെ തടമെടുത്തിട്ട് തടത്തിൽ ഈ 100 ഗ്രാം ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ആ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് നന്നായി പൂക്കുകയും നല്ല കായ്ഫലം ലഭിക്കുകയും ചെയ്യും. എല്ലാവരും ചിലർ മാവ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂവിടുന്നത് നോക്കി നിൽക്കും. അപ്പോൾ പൂവിടുന്നത് നോക്കി നിന്നാൽ പോരാ, അതിൻ്റെ അതായത് കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തടം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തടം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ തടം തറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവുകൾ പൂക്കുകയോ അതുപോലെ തന്നെ കായ്ഫലം നമുക്ക് ലഭിക്കുകയോ ചെയ്യില്ല. അപ്പം മാവിൻ്റെ ആ കടഭാഗം തറഞ്ഞു പോകാതെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ പരിചരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ കൂടുതൽ വീടുകളിലും കണ്ടുവരുന്ന മാവിന് വരുന്നൊരു കേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മാവിൻ്റെ ഇലകൾ കരിഞ്ഞു പോവുക എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട് മാവിൻ്റെ ഇലകൾ കരിഞ്ഞു വീണു എന്താ ചെയ്യുക എന്നുള്ളത്. നമ്മൾ അങ്ങനെ വരുന്നൊരു സന്ദർഭത്തിൽ ആ കൊമ്പ് വെട്ടിക്കളഞ്ഞതിന് ശേഷം ബോഡോ മിശ്രിതം നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിൽ കെട്ടിവെക്കുകയും കെട്ടിവെക്കുമ്പോൾ പുതിയ പുതിയ ശിഖരങ്ങൾ വരികയും മാവ് നന്നായി പൂക്കുകയും നല്ല കായ്ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. മാവ് നടുമ്പോൾ മാവിൻ്റെ വളർച്ച നല്ല രീതിയിലാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടിവളങ്ങൾ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അടിവളങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, പിന്നെ കരിയില, ഇതൊക്കെ ഇട്ട് നമുക്ക് അടിവളമായിട്ട് ഇത് പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വളർച്ച മാവുകൾക്ക് ലഭിക്കും. പെട്ടെന്ന് തന്നെ പൂവിടാനും കായ്ഫലം ഉണ്ടാകാനും സഹായിക്കും. ഒട്ടുമാവുകൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷത്തിനുള്ളിൽ നമുക്ക് കായ്ഫലം ലഭിക്കും. പക്ഷേ ഈ കായ്ഫലം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വേനൽക്കാലത്ത് നല്ല നന കൊടുക്കണം അതിന്. അപ്പോൾ നല്ല നന കൊടുത്താൽ മാത്രമേ നമുക്ക് മാവ് പൂക്കുന്നതിനും കായ്ഫലം ലഭിക്കുന്നതിനും പെട്ടെന്ന് പൂക്കുന്നതിനും കായ്ഫലം ലഭിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒട്ടുമാവിൻ്റെ ഈ ശിഖരങ്ങൾ നീളം വെച്ച് പോകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ നീളം വെച്ച് പോകുന്ന ആ ശിഖരങ്ങളെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് അത് ലെവൽ ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ശിഖരങ്ങൾ വരികയും അവിടെ ധാരാളം പൂക്കൾ ഇടുകയും അതുപോലെ തന്നെ കായ്ഫലം നല്ല രീതിയിൽ ആവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനി പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.